റാഗി പൊടി വീട്ടിലുണ്ടോ? എങ്കിൽ നമുക്ക് അതുപയോഗിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷിൻ്റെ റെസിപ്പി നോക്കിയാലോ? വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. നമുക്ക് ആദ്യം ഒരു 1/2 ടീസ്പൂൺ സബ്ജ സീഡ്സ് അഥവാ കസ്കസ് എടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാനായിട്ടൊന്ന് മാറ്റി വെക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടിക്കോളൂ കേട്ടോ. ഇതൊരു സൈഡിലേക്ക് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് 2 ടീസ്പൂൺ റാഗി പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കട്ടയൊന്നും കെട്ടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. അതിനു മുൻപ് തന്നെ ഈ റാഗിയും അതുപോലെ വെള്ളം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ റാഗി നന്നായിട്ട് മിക്സായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് തിളയ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഏറ്റവും ചെറുതാക്കി വെക്കാം. എന്നിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുത്ത് ഈ റാഗി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് ഒരുപാട് കട്ടിയൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആകുമ്പോൾ എന്നാൽ ഇത് അത്യാവശ്യം ഒന്ന് തിക്കായിട്ട് വരികയും വേണം. റാഗി നന്നായിട്ട് വെന്ത് വരികയും വേണം. ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ട് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായി ചൂടാറിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി കുറുകിയൊക്കെ വരും കേട്ടോ. നേരത്തെ ഉണ്ടായിരുന്ന കൺസിസ്റ്റൻസി അല്ല ഈ റാഗി കുറുക്കിയതിന് ഇപ്പോൾ ഉണ്ടാവുക. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1 കപ്പ് നന്നായിട്ട് തണുപ്പിച്ച പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. കാച്ചിയതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ടൈഗറിൻ്റെ ബട്ടർസ്കോച്ച് എസൻസ് ആണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് 2 ഡ്രോപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ആയാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏത് എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. നമ്മുടെ റാഗി മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മിൽക്ക് ഷേക്ക് കുറച്ചുകൂടി കട്ടിയിൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് കൂടുതൽ റാഗി എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള സബ്ജ സീഡ്സ് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മീതെ നന്നായിട്ട് തണുപ്പിച്ചെടുത്ത ഈ ഒരു മിൽക്ക് ഷേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. റാഗി കഴിക്കാൻ മടി കാണിക്കുന്ന കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.